ഇവിടുന്ന് റൈറ്റ് പോയാൽ റിഫ്രഷ്മെന്റ് ഏരിയ, ആൻഡ് ലെഫ്റ്റ് ജനറേറ്റർ കൺട്രോൾ റൂം. റിസപ്ഷൻ ഏരിയയിൽ നിന്ന് സ്ട്രെയിറ്റ് ഡോർ കടന്നാൽ ബാങ്കിന്റെ മെയിൻ ഹാൾ. സെൻട്രലൈസ്ഡ് AC ആയതുകൊണ്ട് എയർ ടൈറ്റ് ആണ്. നോ വിൻഡോസ്, നോ എയർ ഹോൾസ്. ലെഫ്റ്റ് സൈഡ് ഇന്റർനെറ്റ് ബാങ്കിങ് ആൻഡ് ATM. And here is the cash counter. See, this is general manager's cabin. We can see the customer counters. Here is the VIP lounge and nearby bathroom. നമ്മുടെ ടാർഗറ്റ് ഇതാണ്, ലോക്കർ റൂം. ഡ്യൂ ടു സെക്യൂരിറ്റി റീസൺസ് ബാങ്ക് മാനേജർക്ക് മാത്രമേ അത് ഓപ്പൺ ചെയ്യാൻ പറ്റൂ. പ്രോപ്പർ വേയിലൂടെ അല്ലാതെ അത് ഓപ്പൺ ചെയ്യാൻ ശ്രമിച്ചാൽ വിതിൻ സെക്കൻഡ്സ് കൊച്ചിയിലുള്ള എല്ലാ പോലീസ് കൺട്രോൾ റൂമുകളിലേക്കും മെസ്സേജ് അലർട്ട് പോകും. എങ്ങാനും പിടിക്കപ്പെട്ടാലോ? സോറി. അത്തരത്തിലൊരു മെസ്സേജിംഗ് അലേർട്ട് സിസ്റ്റം ഉണ്ടെങ്കിൽ അറിഞ്ഞുകൊണ്ട് അങ്ങനെ റിസ്ക് എടുക്കുന്ന ബുദ്ധിയല്ല. സോ ലോക്കറിന്റെ 3 ഡോറും മാനേജർ തുറക്കുന്നവരെ നമുക്ക് വെയിറ്റ് ചെയ്യേണ്ടി വരും. റോബറി കഴിഞ്ഞാൽ ഉടനെ ബാങ്കിലെ ഹിഡൻ ക്യാമറ വീഡിയോസ് കളക്ട് ചെയ്യണം. ബാങ്കിനുള്ളിൽ പലയിടത്തും ക്യാമറ വെച്ചിരുന്നു. റെഡി. സൽമാൻ തന്ന ഇൻസ്ട്രക്ഷൻ പ്രകാരം നീ ബാങ്കിന് പുറത്ത് കാറുമായി വെയിറ്റ് ചെയ്യണം. ഞങ്ങൾ 3 പേരും ബാങ്കിനകത്ത് കയറും. ഓക്കെ. ഇതെല്ലാം പ്ലാൻ ചെയ്തിട്ട് അവൻ എവിടെ? മാസ്റ്റർ ഓഫ് ക്രിമിനൽസ് സൽമാൻ. അവനെ പറ്റി ബോധറിയണ്ട. എത്തേണ്ട സമയത്ത് തന്നെ സൽമാൻ ബാങ്കിലെത്തിക്കും. ഹലോ, എവറിത്തിങ് സേഫ്? ഞാൻ ബാങ്കിനകത്ത് കയറാം. അരുൺ, ഫണ്ട് സഫിഷ്യന്റ് അല്ലേ? അതെ. ഇന്ന് വിഡ്രോവൽ കൂടുതലുണ്ട്. നോ പ്രോബ്ലം. ഓക്കെ. കയ്യിലൊരു കോടി ആയാൽ റെഡി. എന്തുമാത്രം കാശ? ഇതൊക്കെ ഇവിടെ തന്നെയാണ് സൂക്ഷിക്കുന്നത്. സ്ട്രോങ് റൂം ഉണ്ടായിരിക്കും അല്ലേ? എന്താ ജയ ഇതൊക്കെ? സർ, ഞാൻ കുറെ ട്രൈ ചെയ്താണ്. മെയിൻ ഹാളിലെയും റിസപ്ഷൻ ഏരിയയിലെയും ക്യാമറകളാണ് കംപ്ലൈന്റ്. കണക്ഷൻ കേബിൾ ഫെയിലിയർ ആണ് സർ. സർവീസ്മാൻ വന്നാലേ ശരിയാവും. അവരെ വിളിച്ച് പറഞ്ഞിട്ടില്ലേ? ഉവ്വ് സർ. തൽക്കാലം ക്യാമറ കംപ്ലൈന്റ് ആയ കാര്യം ഇവിടെ ആരെയും അറിയിക്കണ്ട. യു ഗോട്ട് ഇറ്റ്? ഓക്കെ സർ. ഹലോ, ക്യാമറ സർവീസ് സെന്റർ അല്ലേ? ഇത് ലിമോ ബാങ്കിൽ നിന്ന്. ചേട്ടാ, ചേട്ടനോട് സ്റ്റാഫാണോ? അതെ. ഇവിടുത്തെ ക്യാമറ എന്തോ കംപ്ലൈന്റ് ആണെന്ന് പറഞ്ഞ് വിളിച്ചിരുന്നു. ഞാനത് സർവീസ് ചെയ്യാൻ വന്നതാ. പുതിയ ആളാണോ? അതെ. സാധാരണ രാജീവ വരാറുള്ളൂ, അതാ ചോദിച്ചത്. രാജീവ് ഇന്ന് ലീവാ. എന്താ പേര്? മനു. അതാണ് ക്യാമറ കൺട്രോൾ റൂം, അവിടെ ചോദിച്ചാൽ മതി. താങ്ക്സ്. എക്സ്ക്യൂസ് മീ, CC ക്യാമറ സർവീസ് ചെയ്യാൻ വന്നതാ. എപ്പോ മുതലാണ് കംപ്ലൈന്റ് ആയത്? ഇന്നലെ രാത്രി മുതലാണ് കംപ്ലൈന്റ്. 3 ക്യാമറകളിൽ നിന്നും രാത്രി 12:30 വരെയുള്ള വിഷ്വൽസ് റെക്കോർഡ് ആയിട്ടുണ്ട്. അത് കഴിഞ്ഞാ ഈ ഡിസോർഡർ. ഒരു ഹാഫ് ആൻ അവർ ക്യാമറകളെല്ലാം ഡിസ്കണക്ട് ചെയ്യേണ്ടി വരും. ഓക്കെ.
അതെ യെസ്, നിങ്ങളുടെ മാനേജറെ എനിക്കൊന്ന് കാണണം. സാർ ഒന്ന് വെയിറ്റ് ചെയ്യൂ, ഞാനിപ്പോൾ വിളിക്കാം. ഓക്കെ സാർ, ഞാൻ പറയാം. സാറിനോട് ക്യാബിലേക്ക് ചെല്ലാൻ പറഞ്ഞു. ശരി ശരി. ഇമേജ് കൺസ്ട്രക്ഷൻസിന്റെ മോർഗേജ് ഇത് ഒറിജിനൽ ലാൻഡ് ഡോക്യുമെന്റ്സ് വെരിഫൈ ചെയ്യാൻ വേണ്ടി ബാങ്കിങ് ഓംബുഡ്സ്മാൻ വരുന്നുണ്ട്. സോ വി ഹാവ് ടു ഓപ്പൺ ലോക്കർ L14. ഓക്കെ, സോ മേക്ക് ഇറ്റ് ഫാസ്റ്റ്. താങ്ക് യു സർ. കഴിഞ്ഞ 2 തവണ വന്നപ്പോഴും ഞങ്ങളിത് പറഞ്ഞു. ഈ ബാങ്കിൽ ഒരു സ്റ്റാഫിന്റെ ക്രിമിനൽ ബാക്ക്ഗ്രൗണ്ട് അറിഞ്ഞപ്പോൾ തന്നെ അയാൾ ഇവിടുന്ന് പുറത്താക്കി. സർ, സാറിനൊന്നും തോന്നരുത്. ഇങ്ങനെ ഇടയ്ക്കിടയ്ക്ക് പോലീസ് കയറി വന്നാൽ ഞങ്ങളുടെ ബാങ്കിന്റെ റെപ്യൂട്ടേഷനെ ബാധിക്കും. ഓക്കെ, ഇപ്പൊ ഞാൻ പോകുന്നു. നിങ്ങൾ പറഞ്ഞ എന്തെങ്കിലും കള്ളമാണെന്ന് അറിഞ്ഞാൽ ഞാൻ വീണ്ടും വരും. ഹലോ, ശരത് ബാബു അല്ലേ? അതെ സാർ. താനിപ്പോ എവിടെയാ? സാർ, ഞാൻ ആ മോഷണക്കത്തിന്റെ അന്വേഷണത്തിനായി ബാങ്കിലാണ് സാർ. എവിടെയാണെങ്കിലും വിത്തിൻ നോ ടൈം യു റിപ്പോർട്ട് അറ്റ് സെൻട്രൽ സ്റ്റേഷൻ. ഓക്കെ. നീ ആ തങ്കമണി ഇടവകയിലെ നാറാണത്ത് പൈരികടവൻ ബിനോയ് അല്ലയോടാ? ഗൾഫിൽ പോകാൻ വേണ്ടി ബോംബെക്ക് പോയിട്ട് ഒരു ഹിന്ദിക്കാരി കെട്ടിട്ട് തിരിച്ചു വന്നവൻ അല്ല. അല്ലയോ? എന്നാ പിന്നെ കാളകെട്ടി ഇടവയിലെ ബേബിയുടെ 2ാമത്തെ മോനെ ഭാര്യയെ ഡൈവോഴ്സ് ചെയ്തിട്ട് വന്ന താത്താലെ. വേറെ കെട്ടാൻ പ്ലാൻ ഉണ്ടോടാ? എന്തുവാണ് അത് മിണ്ടാത്തത്? അവനല്ലയോ അപ്പൊ നീ? ഞാൻ അവനല്ലച്ചോ. അപ്പൊ പിന്നല്ലേ അവനോ? അവൻ ഞാനും അല്ലച്ചോ. അയ്യോടാ, എനിക്കങ്ങനെ ആളെ തെറ്റാറില്ലല്ലോ. നിന്റെ തലേ മാമൂസ വെള്ളം വീണിട്ടില്ലോടാ? അപ്പൊ ഇവൻ ആൽമേനല്ല. താൻ ആരായാലും ഞാൻ കണ്ടോ പോക്കറ്റ് കാണിച്ച നീ വിവരം അറിയും. എന്ത് പോക്കത്ര കാണിച്ചതാ? എനിക്ക് സൗകര്യം കാണിക്കും. മൈൻഡ് യുവർ ഓൺ ബിസിനസ്. എന്തായി കാണിക്കുന്നത്? This is a bank. Security, come on. ഇങ്ങോട്ട് വാടോ. അവിടെ ഇരിക്കാൻ. സർ, ടോക്കൺ പ്ലീസ്. Yeah. Right. Okay, sir. Thanks. നീ കാളകെട്ടി ഇടവകയിലെ ബേബിയുടെ മോനല്ല. നീ പെമ്പളെ ഉപേക്ഷിച്ചവനും അല്ല. നീ ശക്തിമാനാണ്, ബുദ്ധിമാനുമാണ്. എന്തിനാ മോനെ സസ്പെൻസ്? നീ ആരൊന്ന് പറയടാ. ഒരു ചെറിയ സസ്പെൻസ് ഇരിക്കട്ടെ അച്ചോ, അതല്ലേ ഒരു രസം. ചന്ദ്രശേഖരൻ വധക്കേസിൽ 8 പ്രതികളെയും പോലീസ് കസ്റ്റഡിയിൽ വിടാൻ സ്പെഷ്യൽ കോർട്ട് ഓർഡർ ആയിട്ടുണ്ട് മാഡം. That's good news. Yes. Hello, Commissioner here. ഇന്ന് വൈകുന്നേരത്തിനുള്ളിൽ ലിമോ ബാങ്കിന്റെ കൊച്ചിൻ മെയിൻ ബ്രാഞ്ചിൽ ഒരു വൻ റോബറി നടക്കും. Who are you? ആ ചോദ്യത്തിന് ഇവിടെ പ്രസക്തിയില്ല. ഞാൻ ആരാണെന്ന് അറിയുന്നതിനേക്കാൾ ആവശ്യം ആ റോബറി തടയുക എന്നതാണ്. ഇല്ലെങ്കിൽ പിന്നീട് ഒരിക്കലും നിങ്ങൾക്ക് അവരെ കിട്ടില്ല.
George, trace the call made to my personal number now. Follow up this man. യെസ് മാം. പ്രിയ, നീ പറഞ്ഞ പോലെ തന്നെ ഞാൻ ചെയ്തു. ഒരു ക്രിമിനലായിട്ട് ജീവിക്കാൻ എനിക്കും ആഗ്രഹമില്ല. പക്ഷേ നമുക്ക് ഒരുമിച്ച് ജീവിച്ചേ പറ്റൂ. പെട്ടെന്ന് ഞാനിപ്പോൾ മാറിയ അവർക്ക് സംശയം തോന്നും. തൽക്കാലം എനിക്ക് അവരെ കൂടെ നിന്നേ പറ്റൂ. അതുകൊണ്ട് ഒരു ദിവസം കൂടി നീ എനിക്ക് തരണം. എല്ലാം ശരിയായി കഴിഞ്ഞ് ഞാൻ അങ്ങോട്ട് വിളിക്കാം. ലിമോ ബാങ്ക് പോലൊരു സ്ഥാപനം കൊള്ളയടിക്കാൻ ഒരു ഗ്രൂപ്പ് പ്ലാൻ ചെയ്തിട്ടുണ്ടെങ്കിൽ then they should be technically sharp and possibly armed. So ഒരു ഫിസിക്കൽ കോമ്പാറ്റിന് നമ്മൾ തയ്യാറായിരിക്കണം. വാട്ട് യു മീൻ രാവൺ? So we need commandos here. പോലീസും കമാൻഡോസും ചേർന്നിട്ടുള്ള ഒരു അണ്ടർകവർ ഓപ്പറേഷൻ. ആരെങ്കിലും പെർട്ടിക്കുലറായി വേണമെന്നുണ്ട്? Sir, I would like to have Avinash Shekhar, and Idikula Stephen. We are good friends and we would make a great team, along with Revati and Shekhar. Everything safe? Yes, sir. We have taken our positions. ഞാൻ ബാങ്കിനകത്തേക്ക് കയറാം. കുറച്ചുകൂടെ വെയിറ്റ് ചെയ്ത് നോക്കാം. പിന്നല്ലാതെ എത്ര സമയത്ത് വെയിറ്റ് ചെയ്യാൻ? ഈശ്വര വീട്ടിൽ നിന്നാണല്ലോ. അളിയ ഒരു മിനിറ്റ്. എങ്ങോട്ടാ? ഇപ്പൊ വരാടാ. ഹലോ. ഏയ് ഷീല, നിന്റെ ഷോപ്പിംഗ് കഴിയുന്നവരെ ഐ കാണ്ട് വെയിറ്റ് ഹിയർ ഓൾ ദ ടൈം. ഓക്കെ, ഐ ഗോട്ട് ലോട്ട്സ് ഓഫ് വർക്ക് ടു ഡു. ഹലോ ഷീല, ഷീല, ഹലോ. ഹേയ്, വാട്ട് ദ ഹെൽ മാൻ? എന്താ സാറേ രാവിലെ ടെൻഷനായിട്ടിരിക്കുന്നത്? എടാ, എന്നെ ഇവിടെ വിട്ടിട്ട് ഷീല കാറും എടുത്ത് ഷോപ്പിങ്ങിന് പോയി. വരാൻ വൈകുന്നത്രേ. സർ, മിസ്റ്റർ നന്ദൻ, എന്തായി? ഞാൻ ബാങ്കിലാണ്. ഉടനെ എത്തും. ഇനി കുറച്ച് സമയം കൂടിയുള്ളൂ. ജോർജ്, കലൂർ ബ്രാഞ്ചിന്റെ ഒരു 3 CR വിഡ്രോവൽ ഉണ്ട്. അത് ഇവിടെ തന്നെ നമ്മൾ അറേഞ്ച് ചെയ്യണം. സോ ലെറ്റ് us process the money quick. Okay? Yeah. ബി അലേർട്ട്. അവർ ലോക്കർ ഓപ്പൺ ചെയ്യാൻ പോവാ. സംശയമുള്ള എല്ലാവരെയും ഒന്ന് ക്ലോസറായിട്ട് വാച്ച് ചെയ്യണം. ഓക്കെ സാർ. എന്തൊക്കെ സംഭവിച്ചാലും we should catch them alive.
റെഡിയല്ലേ? റെഡിയാണ്. യാ. അയ്യോ സന്തോഷം, കറണ്ട് പോയപ്പോൾ UPS കട്ടായിരുന്നു. ഏത് ഫോറിൻ ബാങ്ക് ആണെങ്കിലും കേരളത്തിലെത്തിയ പവർ കട്ട് ഉറപ്പാ. ഹലോ ഹലോ എക്സ്ക്യൂസ് മീ, ദിസ് ഇസ് നോ മോർ കോൾസ് ഫ്രം ഹിയർ. ഇനി എന്റെ അനുവാദമില്ലാതെ ഒരു ഫോൺ കോളും ഇവിടുന്ന് പുറത്തേക്ക് പോവില്ല. അതുപോലെ തന്നെ ബാങ്കിനുള്ളിൽ നിന്നും ഒരാളും വെളിയിലേക്കും പോവില്ല. യു ഗോട്ട് മീ? ഐ എം ഫ്രം ദ പോലീസ് ഡിപ്പാർട്ട്മെന്റ്. Yeah, Shravan here. Yes, Shravan. Revati, it seems there is a change of plan. It's not a robbery as we expected. It's a murder. There was a power failure and a guy was murdered. ഇവിടെ ബാങ്ക് ഓഫീഷ്യൽസിന്റെ മുന്നിലും കസ്റ്റമേഴ്സിന്റെ മുന്നിലും ഞങ്ങളുടെ 3 പേരുടെയും ഐഡന്റിറ്റി ഇറ്റ്സ് റിവീൽഡ്. Now what you have to do is take positions and stay alert. Okay. I'll do the necessary things. Right.
അവിനാഷ്, പോലീസ് ഡോക്ടർ മരണം കൺഫേം ചെയ്ത സ്ഥിതിക്ക് പോസ്റ്റ്മോർട്ടം ഇതിനകത്ത് തന്നെ നടത്താനുള്ള സ്പെഷ്യൽ ഓർഡേഴ്സ് വാങ്ങണം. I'll get it from the top. Okay. ഈ ഒരു കേസ് ആയതുകൊണ്ട് നമ്മൾ പോസ്റ്റ്മോർട്ടം വെളിയിൽ ചെയ്താൽ that will hamper our chances to nab the culprit. പക്ഷെ ഓൾറെഡി കൾപ്രിറ്റ് പുറത്തു പോയിട്ടുണ്ടെങ്കിലോ? No way. The bank manager watches for that. ഇതിനകത്ത് ഒരു പവർ ഫെയിലിയർ ഉണ്ടാവുകയാണെങ്കിൽ, ഒരു ഫോഴ്സ്ഡ് പവർ ഫെയിലിയർ ഉണ്ടാവുകയാണെങ്കിൽ ഓട്ടോമാറ്റിക്കലി the front door gets shut. അതാണ് ലിമോ ബാങ്കിന്റെ സെക്യൂരിറ്റി സിസ്റ്റം. കൊലയാളി ഇതിനകത്ത് തന്നെയുണ്ട്. ഇൻവെസ്റ്റിഗേഷൻ കഴിയുന്നവരെ ആരും പുറത്തേക്ക് പോകുന്നില്ല. സർ, and strictly before the media, keep your mouth shut. ഇല്ല സർ, അത് ഞാൻ നിർത്തി. സർ, വാട്ട് അബൌട്ട് ദ റോബറി? Robbery is out of question. അഥവാ അവർ ഇതിനുള്ളിൽ എത്തിയിട്ടുണ്ടെങ്കിൽ തന്നെ ഇങ്ങനെ സിറ്റുവേഷനിൽ അവരതിന് മുതിരില്ല. വെളിയിലത്തെ പോലീസ് ഫോഴ്സിനെ കുറിച്ച് അവർ വളരെ അവെയർ ആയിരിക്കും. ബട്ട് വി ഹാവ് ടു ബി വിജിലന്റ് നെവർതലെസ്, ബിക്കോസ് ദേ കൻ ബി ആംഡ്. അവർ ഈ കൊല ചെയ്യാനുള്ള സാധ്യതകളും തള്ളിക്കളയാനാവില്ല. പക്ഷെ നമ്മുടെ മുമ്പിലുള്ള ഇപ്പോഴത്തെ ചാലഞ്ച് ഇതൊന്നുമല്ല. കൊലയാളിയെ കണ്ടെത്താൻ നമുക്ക് കുറച്ച് സമയമേ ബാക്കിയുള്ളൂ. ജസ്റ്റ് എ ഫ്യൂ hours, the banking hours. Yes, Shravan. Revati, note this number. Tell me. 9846060203. Okay. ബാങ്ക് റെക്കോർഡ്സിൽ നിന്നും കിട്ടിയതാണ്. വൺ മിസ്റ്റർ വാസുദേവൻ പിള്ള, കൊല്ലപ്പെട്ട അജയ് വാസുദേവന്റെ അച്ഛനാണ്. അജയ് എയർപോർട്ടിൽ ഡ്രോപ്പ് ചെയ്യാൻ അദ്ദേഹം കൂടെ വന്നിട്ടുണ്ടെങ്കിൽ then he might be waiting outside in the car or something. So trace him and convey the news of the murder and also let him in. Okay, fine. ഹലോ, Excuse me, Mr. Vasudevan? അതെ. അയ്യോ, എന്റെ മോൻ എന്താ പറയുന്നത്? ഹലോ, ശ്രാവൺ? Yeah, Revati. Idukula, open the shutter. Yes. Revati, Madam, no. hold it back. Hold it back. Please, madam. Please continue. Revati, ഇവരെ അകത്തേക്ക് ഇരുത്തു. അവിനാഷ്, get me a doctor. Take it. Get me a doctor. Wait a minute. നമ്മുടെ ഇടയിൽ ആരെങ്കിലും ഡോക്ടേഴ്സ് ഉണ്ടോ? Excuse me, sir. I'm a doctor. You're a doctor? Yeah. Go. There's no need to worry. Sudden ആയിട്ടുള്ള ഷോക്ക് ആയതുകൊണ്ട് ബി പി കൂടിയതാ. What she needs is rest. കുറച്ച് നേരത്തേക്ക് I need a personal view. Yeah, sure. Madam, relax. എനിക്ക് ഇവിടുത്തെ ഈ CCTVയുടെ വിഷ്വൽസ് ഒന്ന് കാണണം. ഹൂസ് ഇൻ ചാർജ്? എന്താ ബുദ്ധിമുട്ടൊന്നും ഉണ്ടോ? No, sir. Please come. Please. ഈ 3 ക്യാമറകളായിരുന്നു കംപ്ലൈന്റ് അല്ലേ? അതെ മാഡം. ഇതില് 10-30 വരെയുള്ള വിഷ്വൽസ് റെക്കോർഡ് ആയിട്ടുണ്ട്. റെസ്റ്റ് ഇസ് ബ്ലാങ്ക്. സർവീസ് ചെയ്യാനായി എല്ലാ ക്യാമറകളും ഡിസ്കണക്ട് ചെയ്തത് അപ്പോഴാണ്. 10:55 കറണ്ടും പോയി. അതെ. ഒരേ ദിവസം തന്നെ ക്യാമറ കംപ്ലൈന്റ് ആവുക, കൃത്യസമയത്തിന് ജനറേറ്റർ ഓഫ് ആവുക, മർഡർ നടക്കുക. ഇതിലെല്ലാം കൂടി ഒരു കുഴപ്പം പിടിച്ച ലിങ്ക് ഇല്ലേ? ഇൻവേരിയബിളി കറണ്ട് ഓഫ് ആക്കിയത് ആരാണെന്ന് കണ്ടുപിടിച്ചാൽ കൊലപാതകയെ കണ്ടെത്തുന്നതിന് തുല്യമാണ്. അങ്ങനല്ലേ? അല്ല. അതെ.
താനല്ലേ ക്യാമറ സർവീസ് ചെയ്യാൻ വന്നത്? അതെ മാഡം. പേര്? മനു. ചെക്ക് ഹിസ് ID കാർഡ്. Yeah. ഈ ക്യാമറകൾ കംപ്ലൈന്റ് ആവാൻ എന്താ കാരണം? അത് കണക്ഷൻ കേബിളിന്റെ ഫെയിലിയർ. അപ്പൊ ഇന്നലെ രാത്രി ആരെങ്കിലും ഇതിനകത്ത് കയറി മനഃപൂർവ്വം ക്യാമറകൾ കേടാക്കിയതുമാവാം അല്ലേ? അല്ല സർ. വൈ? സർ, ആരെങ്കിലും ബാങ്കിന്റെ ഉള്ളിൽ കടന്നിട്ടുണ്ടെങ്കിൽ ഓട്ടോമാറ്റിക് ആയിട്ട് ഇവിടുത്തെ നിയർ ബൈ പോലീസ് സ്റ്റേഷനിലോ ബാങ്ക് മാനേജറായ എന്റെയോ അസിസ്റ്റന്റ് മാനേജറിന്റെയോ മൊബൈലിലെ എമർജൻസി SMS അലർട്ട് വന്നേനെ. സോ നത്തിങ് ഈസ് അൺയൂഷ്വൽ. പക്ഷെ ഞങ്ങൾക്കതങ്ങനെ വെറുതെ വിട്ടുകളയാൻ പറ്റില്ലല്ലോ മിസ്റ്റർ റോയ് മാത്യു. കാരണം ഇവിടെ ഒരു മേജർ റോബറി നടക്കുമെന്ന് ഇൻഫർമേഷൻ കിട്ടിയിട്ടാണ് ഞങ്ങൾ ഇവിടെ വന്നത്. ബട്ട് അൺഫോർച്ചുനേറ്റ്ലി മാറൂ. നിങ്ങൾ എന്നെ എന്റെ മോളെ ഒന്ന് പുറത്തേക്ക് വിടണം. ഞങ്ങൾക്ക് അല്പം തിരക്കുണ്ട്. മറ്റുള്ളവരോട് പറഞ്ഞാൽ കൂടുതലൊന്നും എനിക്ക് നിങ്ങളോടും പറയാനില്ല. തൽക്കാലം ആരെയും പുറത്തേക്ക് വിടുന്നില്ല. നിങ്ങൾ എന്തൊക്കെ പറഞ്ഞാലും ശരി, ഞങ്ങൾക്ക് പോയേ പറ്റൂ. നിങ്ങളിങ്ങനെ സെൽഫിഷ് ആയിട്ട് സംസാരിക്കരുത് മിസ്റ്റർ. അകത്തിരിക്കുന്ന അച്ഛന്റെ അമ്മയുടെ കാര്യങ്ങൾ ഓർക്കേണ്ടതല്ലേ? നിങ്ങളൊരു അച്ഛനല്ലേ? അധികമൊന്നുമില്ലല്ലോ. നിങ്ങളുടെ ജീവിതത്തിൽ കുറച്ച് നിമിഷങ്ങൾ മാത്രമാണ് ഞങ്ങൾ ചോദിക്കുന്നത്, അതും ഒരു കൊലയാളി ലോക്ക് ചെയ്യാൻ. ഞാൻ ആരാണെന്ന് അറിയാതെ താൻ സംസാരിക്കുന്നത്. റവന്യൂ മന്ത്രിയുടെ അളിയനാ ഞാൻ. താനേത് പൊന്നുതമ്പുരാന്റെ അളിയനാണെങ്കിൽ ശരി. I don't want to waste my time talking to you. Idikula, take him. Sir, അളിയ ഒന്ന് വന്നേ. വാളിയ അളിയൻ റവന്യൂ മിനിസ്റ്റർ ആരാന്ന് പറഞ്ഞു? അളിയൻ. ഈ മന്ത്രിയുടെ പെങ്ങളെ സാറ് രണ്ടാമത് കിട്ടി, അല്ലെങ്കിൽ സാറിന്റെ പെങ്ങളെ മന്ത്രി പിന്നെയും കിട്ടി. അല്ല, എനിക്ക് മൂന്നാറിൽ കുറച്ച് അനധികൃതമായിട്ടുള്ള സ്വത്ത് ഉണ്ടായിരുന്നേ, അതിന്റെ പട്ടയം കൂടി ഇതിന്റെ കൂട്ടത്തിൽ ഒന്ന്. അളിയ, ഇത് ഞാനാ. ബാങ്കിൽ തന്നെ. ഇവിടെ ഏതോ ഒരുത്തൻ ചത്തതിന്റെ. It's not permitted. എന്താണോ ഇത്? ഒരു ഫോൺ വിളിക്കാൻ പോലും സ്വാതന്ത്ര്യം ഇല്ലെന്ന് വെച്ചാ? ഇതിനകത്തുള്ള എല്ലാ സെൽഫോൺസും എല്ലാവരുടെയും കളക്ട് ചെയ്യുക. ഇതിനകത്തുനിന്ന് ഒരു കമ്മ്യൂണിക്കേഷനും പുറത്തേക്ക് പോകാൻ പാടില്ല. Make it fast. Give me your phone. Fast. Give me the phone. Take it. Get me your mobile. Give all your phones. You too. Give me. Come on, here. No, you can't keep it. Just give me the phone, please. Yeah, you. Give me. Please. You have phone? അച്ഛോ, ഫോൺ എടുക്ക്. കുഞ്ഞേ, ഇതുകൊണ്ട് അച്ഛൻ ഒരുപാട് ആവശ്യങ്ങളുള്ളതാ. ഇത് നിനക്ക് വേണോ? പേടിക്കണ്ട അച്ഛോ, ഇതിലേക്ക് ഇപ്പൊ ദൈവവിളിയൊന്നും വരാൻ പോകുന്നില്ല. വന്നാൽ തന്നെ അച്ഛൻ പരിധിക്ക് പുറത്താണെന്ന് പറഞ്ഞോളൂ. ഇത് എന്റെ ഇരിക്കട്ടെ. ഈശോ മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. Same to you. Mobile, please. Yeah. Yours. Sir, please, phone. Sir, എനിക്കൊരു ഇമ്പോർട്ടന്റ് കോൾ വരാനുള്ളതാ. ഇമ്പോർട്ടന്റ് ആണെങ്കിൽ വന്നോളും. Please give me a phone. Sir, please, sir. Your mobile. ആ ഫോൺ എനിക്ക് താ സർ. ഇങ്ങോട്ട് മാറിക്കോളൂ. Sir, ആ ഫോൺ വേണ്ട സർ. Please. Please, sir, ആ ഫോൺ വേണ്ട സർ. Please, sir. Switch off. In fact, switch all of them off. അതെ, നിങ്ങളെല്ലാരും ഇങ്ങനെ നിൽക്കണമെന്നില്ല, ഇരിക്കാം. എടോ, നിങ്ങളോടാ പറഞ്ഞത് അവിടെ ഇരിക്കടോ. എല്ലാരും ഇരിക്കവിടെ. ഇദ്ദേഹത്തിന്റെ ബോഡി ഇനി ഇവിടെ എങ്ങനെ ഇട്ടേക്കുന്നത് ശരിയാണോ? ഒരു മൃതദേഹത്തോട് കാണിക്കേണ്ട ചില മര്യാദകളൊക്കെ ഇല്ലേ? Okay. You just send them in. I'll wait. ഇവിടെ ഒരു മർഡർ അല്ലേ നടന്നിരിക്കുന്നത് അച്ഛോ. അതിന് കുറച്ച് ഫോർമാലിറ്റീസ് ഒക്കെ ഇല്ലേ? എന്നാലും വേണ്ടതൊക്കെ ഞങ്ങൾ ചെയ്തിട്ടുണ്ട്.